ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നല്ല അടിച്ചു പൊളിച്ച് അവർ ഡാൻസും പാട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലൻ്റെ കോള് വരുന്നത്. ഗോമതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയും കാര്യങ്ങളും. ഗോമതി പേടിച്ച് ഫോൺ എടുത്തുകൊള്ളു. അപ്പോഴേക്കും മക്കൾ പറഞ്ഞു അത് ലൗഡ് സ്പീക്കറിൽ ഇടാനായിട്ട്. പേടിച്ചിട്ടാണെങ്കിലും ഗോമതി ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ബാലൻ അവിടെ എത്തിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്തിയെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ബാലൻ ചോദിക്കുമ്പോൾ അതെ 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 എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി എല്ലാം പറയാം. ഇപ്പോൾ മീനൊന്നും മേടിച്ചില്ലല്ലേ, ഞാനില്ലാത്തതുകൊണ്ടായിരിക്കും മീൻ മേടിക്കാത്തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്ന് ഗോമതി കള്ളം പറയണം. അപ്പോൾ ഭാര്യ കള്ളമാണ് പറയുന്നതെന്നുള്ള കാര്യം ബാലന് മനസ്സിലായി. ബാലൻ എന്നിട്ട് വിഷമത്തോടെ ഇതൊക്കെ കേട്ടിരിക്കുക. ആര്യനും അനുശ്രീയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഉണ്ട്, രാവിലെ മുതൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇച്ചിരൂടെ കയറ്റി പറഞ്ഞു വെക്കുകയാണ് ഭാര്യ. ഇതൊക്കെ കേട്ട് ബാലനാകെ തകർന്നു പോയിട്ടോ. അപ്പോൾ ഞാനില്ലാതിരിക്കുന്നതാ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലൻ ചോദിക്കുന്നു. അപ്പോഴേക്കും ഗോമതിക്കും അവർക്കും എല്ലാവർക്കും വല്ലാതെയായി. ബാലൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അല്ല, ഞാനില്ലാത്തപ്പോൾ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടല്ലോ, അതാ ഉദ്ദേശിച്ചതെന്ന് ബാലൻ പറഞ്ഞപ്പം ഗോമതി ഒന്നും മിണ്ടുന്നില്ല. അല്ല, ധർമ്മനൊക്കെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു. അത് പിന്നെ ധർമ്മനും ആകാശം കണക്ക് നോക്കുക എന്നും പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത കള്ളങ്ങളൊക്കെ ഭാര്യ പറയുന്നത് കേട്ട് തകർന്നിരിക്കുക കേട്ടോ നമ്മുടെ ബാലൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മതിയാക്കാടാ എന്ന് പറഞ്ഞു ധർമ്മൻ. അപ്പം ശരിയാണെന്ന് ആകാശം പറഞ്ഞു. അതൊക്കെ കേട്ട് ഗോമതിക്കും ഭയങ്കര സങ്കടമായി. ഭർത്താവിൻ്റെ മുന്നിൽ കള്ളം പറയേണ്ടി വന്നതിൻ്റെ ആ ഒരു സങ്കടത്തിൽ നമ്മുടെ ഗോമതി അവിടെ നിന്ന് ഇങ്ങനെ കരയുക. ആ സന്തോഷം അവസാനം കരച്ചിലാണ് അവസാനിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ബാലൻ നേരെ പോയത് അവിടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ രാമേട്ടൻ്റെ വീട്ടിലേക്ക്. രാമേട്ടൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ വിഷമിച്ചിരിക്കുന്ന ബാലനെ കണ്ടപ്പോൾ ബാല എന്താടാന്ന് ചോദിച്ചു. എന്താ രാമേട്ടാ, നിനക്കവിടെ നല്ലൊരു വീടുണ്ട്, ചാരിയിരിക്കാൻ കസേരയും നല്ലൊരു ഊണുമേശയും ഒക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിലോ പൊളിഞ്ഞ ചുവരുകളും പൊട്ടിപ്പൊളിഞ്ഞ കസേരകളും പിന്നെ നിലത്തിരുന്ന് ഭക്ഷണം, അതൊക്കെ അല്ലേടാ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പം ഇരിക്കുന്ന കസേരയോ കിടക്കുന്ന കട്ടിലോ ഒന്നും അല്ലല്ലോ രാമേട്ട, കിട്ടുന്ന സന്തോഷമല്ലേ പ്രധാനം എന്ന് ബാലൻ അന്നേരം ചോദിച്ചു. മുമ്പ് എത്രയോ ദിവസം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കട്ടിലിൽ കിടന്നിട്ടുണ്ട്. നേരം വെളുക്കുന്നത് വരെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. വളരെ കാലത്തിന് ശേഷം എനിക്കിതൊക്കെ വീണ്ടും കിട്ടുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരോട് എനിക്കിപ്പം നന്ദി തോന്നുകയാണെന്ന് ബാലൻ. അവർ കാരണമാണല്ലോ എനിക്ക് രാമേട്ടൻ്റെ വീട്ടിൽ വരാൻ പറ്റിയത്. ഇതൊക്കെ പറയണു കേട്ടോ. ഞാൻ കൃത്യമായി പൈസ തരുന്നുണ്ട്. പിന്നെ കണക്ക് നോക്കാതെ പൈസ എടുക്കാൻ രാമേട്ടന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊന്നും രാമേട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ വീട് അല്പം കൂടി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാമായിരുന്നു. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ ബാല നമുക്ക് സമ്പാദിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരു പ്രേരണ കിട്ടത്തുള്ളൂ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റത്തടിയല്ലേ, ഇതൊക്കെ മതിയടോ. നിനക്ക് കുടുംബം ഉണ്ടായതോടുകൂടിയല്ലേ ചിട്ട വന്നത്. ജീവിതത്തിൽ ഇന്നത് ചെയ്യണമെന്നുള്ള ഒരു ശ്രദ്ധയുണ്ടായത്. മത്സരിക്കാൻ കൃഷ്ണമംഗലംകാർ വന്നപ്പോൾ ഇവർക്കൊപ്പം വളരണം എന്നുള്ളൊരു വാശി നിനക്കുണ്ടായില്ലേ. എനിക്ക് എന്ത് ലക്ഷ്യമാടാ, എന്ത് വാശിയാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ലക്ഷ്യം അതെനിക്കുണ്ട്. എൻ്റെ കാലം കഴിയുന്നതോടെ നിൻ്റെ ആളായി ഗോമതി സ്റ്റോഴ്സിൽ ഒരു ഉയർച്ച ഉണ്ടാവണമെന്ന്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്തതാണ് നല്ലതെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ബാല എന്ന് രാമേട്ടനെ വിളിച്ചു. നീ പറഞ്ഞത് അഹങ്കാരമാണെന്ന് നമ്മുടെ രാമേട്ടൻ ബാലനോട് പറയാം. ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഭാര്യ, അതുപോലെ നല്ലവരായ മക്കളും നിനക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ നീ ഈ പറയുന്നതിനെ ദുരഭിമാനം എന്ന് തന്നെയല്ലേടാ പറയേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അവരെനിക്കൊരു ബാധ്യത എന്നുള്ള രീതിയിലല്ല ഞാനത് പറഞ്ഞു വെച്ചത് ബാലേട്ടാ. രാമേട്ടാ, ഞാൻ അവർക്കാണ് ശരിക്കും ബാധ്യത. അപ്പം നിന്നെ കൊണ്ട് തോറ്റല്ലോടാ ബാല. എടാ ബാല, നീ ഇപ്പോഴും വീട്ടിലെ പിള്ളേരുടെ കുട്ടിക്കളിയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ഒക്കെ ഒരു രസമായിട്ട് എടുക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അവർ നിൻ്റെ മക്കളാണ്, അതുപോലെ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരുമാണ്. രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും അച്ഛൻ്റെ കാലിൽ തൊട്ട് കണ്ണിൽ വെച്ചിട്ട് പോണ കാലമൊന്നും അല്ല. എന്നാലും മറ്റാരുടെ മക്കളെക്കാളും അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയണു രാമേട്ടൻ. നിനക്കേ അവരോട് മുടിഞ്ഞ സ്നേഹമാണ്, അതാണ് നിന്റെ പ്രശ്നം. പക്ഷേ സ്നേഹത്തിനൊരു പിശുക്ക് പറ്റി, അതാണ് ഇതിൽ പറ്റിയ കുഴപ്പം. ഇന്ന് എന്ത് അവർ നിനക്ക് വേണ്ടി നല്ലത് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നീ ആ വിരട്ടൽ രീതി തന്നെ കാണിക്കും. അവിടെയാണ് പ്രശ്നം. നീ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുക, അതല്ലേ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ രാമേട്ടൻ ബാലൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ്. അപ്പോൾ രാമേട്ടൻ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്നുള്ള രീതിയിൽ ബാലൻ ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെയും കൃഷ്ണമംഗലത്തും അതുപോലെ ദേവമംഗലത്തും
ഉള്ള ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതിൽ ദേവമംഗലത്ത് മക്കളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗോമതിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഗോമതി ഇങ്ങനെ വിഷമിച്ചിരിക്കാം. അപ്പോൾ എന്താ ഇവിടെ ഇത്ര ആ ഒരു അനക്കമൊന്നും ഇല്ലാത്തതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനില്ലാത്തത് കൊണ്ടൊരു സുഖമില്ല എന്ന് ഇവർ പറയാം. അപ്പോൾ അമ്മേ എന്നും പറഞ്ഞ് ചെന്നു നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് മക്കൾ. അമ്മയാകെ വിഷമത്തിലാണല്ലോ, മൂഡൗട്ടാണല്ലോ, ആനന്ദേട്ടൻ്റെ മൗനമാണല്ലോ, എന്ത് പറ്റിയെന്ന് മീനു ചോദിച്ചപ്പോൾ എന്താ അമ്മയെന്ന് ആകാശ് ചോദിക്കാം. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഗോമതി. ആ സമയം അമ്മേ എന്താ കാര്യം നമ്മ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഗോമതിക്ക് കരച്ചിൽ വന്നു. ഗോമതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അമ്മയുടെ ഈ ഒരു സങ്കടം കണ്ടിട്ട് മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുറിയിൽ പോയിരുന്ന് ഭയങ്കര കരച്ചിലാണ് ഗോമതി. അപ്പോൾ മക്കൾ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയുടെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാകും. അച്ഛനില്ലാത്ത ദിവസം നമ്മളിവിടെ ആഘോഷിച്ചതിൻ്റെ വിഷമം അതല്ലേ അമ്മയെ കരയുന്നേ എന്ന് മീനു ചോദിച്ചു കേട്ടോ ഗോമതിയോട്. അപ്പോൾ വേണ്ടായിരുന്നു മോളെ, അതൊന്നും വേണ്ടായിരുന്നു. ഇതിപ്പോൾ ഉള്ളിൽ കള്ളത്തരം ചെയ്തൊരു തോന്നലായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുക ഗോമതി. ബാലേട്ടൻ നേരത്തെ വിളിച്ചപ്പം ബാലേട്ടനോട് ഞാൻ കള്ളമല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ബാലേട്ടനോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോമതി ഇങ്ങനെ പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ ഇത്രയ്ക്ക് വിഷമം കെട്ടി നിൽക്കുമായിരുന്നു എന്ന് മനസ്സിലായി അമ്മ. കുറേ കാര്യങ്ങൾ അച്ഛനെ പേടിച്ചല്ലേ പറയാതിരുന്നത്, മറ്റൊന്നും കൊണ്ടല്ലല്ലോ. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത കുറച്ച് നിമിഷങ്ങൾ ആസ്വദിച്ചു, അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ മീന് ചോദിച്ചപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് ഗോമതി. ഒന്നും വേണ്ടിയിരുന്നില്ല, ബാലേട്ടനില്ലാതെ ഒന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഗോമതി ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഗോമതി ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് മിത്രയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി ഇങ്ങനെ ആകെ തലയ്ക്ക് വട്ട് പിടിച്ചിങ്ങനെ നിൽക്കുക. അവിടെ നിന്ന് കരയുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ മിത്ര ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആര്യൻ പുറത്തേക്ക് ഇറങ്ങി വരുമോ ഫോണൊക്കെ തട്ടിക്കളിച്ചുകൊണ്ട്. അപ്പോഴേക്കും മിത്രയെ കണ്ടതും നമ്മുടെ ആര്യൻ പേടിച്ചു. അപ്പോൾ പേടിപ്പിച്ച് കളഞ്ഞലോടി ഞാൻ കരുതി വലിയ യക്ഷിയോ ഭൂതോ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഞാൻ യക്ഷിയായിരുന്നെങ്കിലേ നീയൊന്നൊന്ന് ജീവനോടെ കാണില്ലായിരുന്നു എന്ന് പറഞ്ഞു മിത്ര നമ്മുടെ ആര്യൻ്റെ അടുത്തേക്ക് ചെന്നു. നീ യക്ഷിയായിരുന്നെങ്കിലേ എന്ന് പറയണ്ട, നീ യക്ഷി തന്നെയാണെന്ന് ആര്യൻ. പിന്നെ നിന്റെ അട്ടഹാസമോ അലർച്ചയൊന്നും എന്നോട് നീ എടുക്കാൻ വരണ്ടെന്ന് നമ്മുടെ ആര്യനകം മിത്രയോട് പറഞ്ഞു വെച്ചു. എന്നോട് എടുക്കാൻ വന്നാലേ ഞാൻ നിന്നെ തളയ്ക്കും, അതിന് യാതൊരു സംശയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയോട് പറയാം. അപ്പോഴേക്കും മിത്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു ആര്യൻ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ബഹളം വെച്ച് ഒച്ച വയ്ക്കുന്നതാണല്ലോ, അപ്പോൾ പ്ലീസ് ഒന്ന് ഇവിടുന്ന് പോയി തരാമോ എന്ന് ചോദിച്ചു മിത്ര. അയ്യേ എന്നോട് നീ അപേക്ഷിക്കുന്നു, മോശം എനിക്കറിയാം എന്തോ മനപ്രയാസം നിന്നെ തട്ടിയിട്ടുണ്ടെന്ന്, അതിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നതൊക്കെ എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ ദേവി ഇതൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ആര്യനോട് മിത്ര. അതും പറഞ്ഞു മിത്ര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ആര്യന് മനസ്സിലായി ഇവർക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ പെണ്ണല്ലേ സാധനം, ഇവളല്ലേ പ്രത്യേകിച്ച്, അപ്പോൾ കള്ളക്കരച്ചിലൊക്കെ തനിയെ വരുമ്പോഴൊക്കെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ അവിടെ നിൽക്കാം. ഇത് കഴിഞ്ഞു രാവിലെ ആയി. ഒന്നും സംഭവിക്കാത്തതുപോലെ നമ്മുടെ ബാലൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അനു ഓടി വന്നു, പിന്നെ ഗോമതി ഓടി വന്നു. ബാലേട്ടാന്ന് വിളിച്ചു. അപ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുഖയാത്രയായിരുന്നു എന്നൊക്കെ ബാലൻ പറയാം. എന്നാലും വീട്ടിൽ നിന്ന് പിരിഞ്ഞു നിന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കവും ഭക്ഷണവും ഒന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് ഓടി വന്നു. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഗോമതി എന്ന് ചോദിച്ചപ്പം അതെ ബാലേട്ടാന്ന് ഗോമതിയും പറഞ്ഞു. അനുശ്രീ ആര്യ ഇന്നലെ നന്നായിട്ട് പഠിച്ചില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛാ നല്ല അടിപൊളിയായിരുന്നു, നന്നായി പഠിച്ചു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം എനിക്കത് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ബാലൻ. സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ ഇരിക്കുമ്പോഴും മനസ്സ് ഇവിടെ ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയാണേ. നിങ്ങളില്ലാതെ എനിക്ക് അവിടെ ഒട്ടും ശരിയായില്ലെന്നും അച്ഛൻ പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജിലേബി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മീനു അല്ല ഇത് എവിടുന്നാണ് വാങ്ങിയത് അച്ഛാന്ന് ചോദിച്ചു. എന്താ കോയമ്പത്തൂരും മഞ്ഞ ജിലേബിയൊക്കെ കിട്ടും എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം. എടാ ധർമ്മ ആകാശേ ഞാൻ പറഞ്ഞ കണക്കുകളൊക്കെ നോക്കിയല്ലോ അല്ലേ, എല്ലാം റെഡിയാക്കി വെച്ചേര്, കടയിൽ ചെന്ന് നോക്കാമെന്നും പറഞ്ഞു ബാലൻ. അപ്പോൾ എല്ലാവർക്കും സംശയമായി. എല്ലാവരും ഇങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ബാലനകത്തേക്ക് കയറിപ്പോയി. കോയമ്പത്തൂർക്ക് പോയത് എന്താ ഇത്, അല്ല അച്ഛൻ ഈ മഞ്ഞ ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് വലിയ അത്ഭുതമായി പോയി ഇതൊക്കെ പറഞ്ഞ് മക്കളിങ്ങനെ ഇവിടെ നിൽക്കുക. അപ്പോൾ ഗോമതി ബാലൻ്റെ കൂടെ അകത്തേക്ക് ചെന്നിട്ട് ബാലേട്ടാ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്താടോ, ഞാൻ എത്ര തവണ പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നു, പിന്നെ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നുവെന്ന്. ഗോമതിക്ക് ആകെ ഒരു ടെൻഷൻ. അല്ല നിനക്കെന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചപ്പം വിഷമോ, എന്ത് വിഷമം, എനിക്ക് വിഷമമൊന്നുമില്ല, ബാലേട്ടന് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു. ചിലപ്പം ശരിയാ എൻ്റെ തോന്നലായിരിക്കും എന്ന് ബാലനെ. അങ്ങനെ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇന്നലെ നല്ല വിഷമമായിരുന്നു എന്ന് പറഞ്ഞു.
നിങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞു ബാലൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ നിൻ്റെ മുഖത്തെ സങ്കടമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഗോമതി ഇതൊന്നും കേൾക്കുന്നില്ല. ഗോമതി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാലൻ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ബാലേട്ടാന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ബാലേട്ട എനിക്ക് അല്ല നിനക്ക് എന്ത് പറ്റിയ ഗോമതി, നിനക്ക് എന്താ ഒരു മാറ്റം? അയ്യോ ഇല്ല ബാലേട്ട ഒന്നും പറ്റിയില്ല എന്നും പറഞ്ഞു ഗോമതി പറഞ്ഞു. നിൻ്റെ രൂപവും ഭാവവും ആകെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഏയ് ബാലേട്ടന് വെറുതെ തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ചിലപ്പോൾ ആകും. എന്തായാലും ഒരു മലയാളി അസോസിയേഷൻ്റെ വാർഷികമുണ്ട്, കുറച്ച് നേരം അവിടെ പോയിരുന്നതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ആണോ എന്നൊക്കെ ചോദിച്ചു നിൽക്കുക കേട്ടോ. അപ്പോൾ ഗോമതി ഏതൊരു സിനിമ കേട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, ആ പാട്ട് എൻ്റെ നാവിൻ തുമ്പത്ത് തന്നെ ഇരുന്നതാ. എന്തായിരുന്നു അതെന്ന് ചോദിച്ചപ്പം ബാലേട്ടൻ വേഗം കുളിച്ചിട്ട് വാ, ഞാൻ കാപ്പി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ നിന്ന് പോകുമ്പോൾ, അപ്പോൾ എൻ്റെ എല്ലാമല്ലേ എന്നുള്ള പാട്ടൊക്കെ ആട്ടോ. അപ്പോൾ എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ എന്നുള്ള പാട്ട് നമ്മുടെ ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ബാലനെ കണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വായൊക്കെ പൊത്തിപ്പിടിച്ച് നമ്മുടെ ഗോമതി ഇങ്ങനെ കരയുന്നു. ബാലൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും ഗോമതിക്ക് കാര്യം മനസ്സിലായി. ആ സമയത്ത് ബാലനില്ലാത്ത ദിവസങ്ങളിൽ കടയിൽ നടന്ന കാര്യങ്ങളൊക്കെ കടയിലിരുന്ന് അവരെല്ലാവരും കൂടെ സംസാരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ധൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം കടയിൽ വന്ന ഒരു പുള്ളിക്കാരൻ ബാലേട്ടനെയും രാമേട്ടനെയും കൂടെ ഇന്നലെ ഒരുമിച്ച് കണ്ടതിനെപ്പറ്റി അവിടെ നിന്ന് ആകാശിൻ്റെയും ധർമ്മൻ്റെയും മുന്നിൽ സംസാരിച്ചു. അപ്പോൾ അത് കേട്ടോ ഇവർ രണ്ടുപേരും ആകെ വല്ലാതായി. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാമേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ട കാര്യം, ഇവൻ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ രാമേട്ടനെയും ബാലനോട് പറയാം. അത് കൊള്ളാം, കോയമ്പത്തൂരിലിരുന്ന് ഞാൻ കടയിൽ വന്നെന്നോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ദിവ്യശക്തി ഉണ്ടാകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും കേട്ടോ ബാലൻ. അപ്പോൾ ബാലേട്ടൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്നാ ചേട്ടൻ വന്നയാൾ പറയുമ്പോൾ, ഇത് പിടി പൈസ തന്നിട്ട് പോ എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി, ബാലൻ പോയിട്ടില്ലായിരുന്നു എന്ന്. അന്നേരം ഈ മലയാളി അസോസിയേഷൻ്റെ പാട്ട് കേട്ടതും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം, അതായത് ഗോമതിയോട് പറഞ്ഞതെല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് മാറി നിന്ന് നമ്മുടെ ആകാശ് ഫോണിൽ വിളിക്കുക. അപ്പം ഞാനൊരു പ്രധാന കാര്യം പറയാൻ വിളിച്ചാന്ന് പറഞ്ഞാൽ ആര്യനെ വിളിക്കുന്നത്. എടാ അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർ പോകുമെന്ന് പറഞ്ഞില്ലേ, ഇന്നലെ അച്ഛൻ പോയിട്ടില്ല എന്നുള്ള കാര്യം ആര്യനോട് പറഞ്ഞു ആകാശ്. സത്യമാണ് ഏട്ടാന്ന് ചോദിച്ചപ്പം അതേടാ, ഇന്ന് കടയിൽ വന്ന ഒരാൾ പറഞ്ഞു ഇന്നലെ കട തുറന്നായിരുന്നുവെന്ന്, രാമേട്ടനും അച്ഛനും കടയിലുണ്ടായിരുന്നുവെന്ന്. അത് കേട്ടപ്പോൾ ഇവർ വല്ലാതെയായിട്ടോ, വല്ലാതെ ഞെട്ടി, ശരിക്കും പേടിയായി. അച്ഛൻ നമ്മൾ പാടിയ പാട്ട് ഇവിടെയും പാടി, എടാ മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മക്കളുടെ കയ്യിൽ നിന്ന് പോയി. രാത്രി വീട്ടിൽ വന്നപ്പോഴും പാട്ട് പാടിയതെന്ന് ശ്രദ്ധിച്ചില്ലേ? എടാ നോക്ക്, അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർ പോയിട്ടില്ലെന്ന് മാത്രമല്ല, അച്ഛൻ ഇന്നലെ വീട്ടിലും വന്നിരുന്നു, നമ്മുടെ പരിപാടിയെല്ലാം കണ്ടിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. മൊത്തം പ്രശ്നമായിടാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യുക. ഈ സമയത്ത് ധർമ്മൻ അപ്പുറം കൃഷ്ണമംഗലത്തിൽ എന്നു. എവിടെയാടാ നീ പതുങ്ങി പോകുന്നതെന്ന് ചോദിച്ചപ്പം, അതെ ഈ പുലിയുടെ ഒക്കെ മുന്നിൽ പെട്ടാലേ മനുഷ്യന്മാർ പതുങ്ങി പോകില്ലേ, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാ, അമ്മയ്ക്ക് പതിവുള്ള മധുരം കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. നീ മധുരമൊക്കെ കൊടുത്ത് അമ്മയുടെ ഷുഗറൊക്കെ കൂട്ടിയാലുണ്ടല്ലോ എന്ന് ആനന്ദൻ. ഇതിൽ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നുണ്ടേട്ടാ സ്നേഹമെന്ന് പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മേ എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചാക്കരുതേ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ പറയുമ്പോൾ, ധർമ്മ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന്, നീ ആളായിട്ട് ഇവിടെ വേണം എന്ന് പറഞ്ഞപ്പം എന്ന് വെച്ചാൽ ജോലിക്കാരനായിട്ട് നിൽക്കണമെന്ന് അല്ലേ എന്ന് ധർമ്മൻ അനന്തനോട് ചോദിക്കുമ്പോൾ, അനന്തരം നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെയായിട്ടാ പറയേണ്ടത്? മിത്രയെ കാണാൻ ആൾക്കാർ വന്നെന്ന് അറിഞ്ഞു, മാറ്റ കല്യാണമാണെന്നും അറിഞ്ഞു, എന്നെ വിളിച്ചോ? ഇല്ലല്ലോ, 2 കുടുംബങ്ങളും ഒന്നിച്ച് ഉള്ള ഒരു ചടങ്ങിനും എന്നെ വിളിച്ചില്ല. ഇപ്പോൾ കല്യാണപ്പണിക്ക് ആളെ വേണം, അതിന് വേണ്ടി എന്നെ വിളിക്കുന്നു. നീ അങ്ങനെ കരുതലാണ് മനപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ എന്നിട്ട് ധർമ്മനെ സമാധാനിപ്പിക്കാം. അതിനുശേഷം കല്യാണ വിശേഷമൊക്കെ ധർമ്മനുമായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ അവരെ വിവാഹത്തിന് വിളിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാം. എന്തായാലും ആ ഒരു ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് വന്ന നിനക്ക് എന്താണെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞപ്പം, ഏതായാലും ചേട്ടൻ അടക്കി വെച്ചിരിക്കുന്നതൊന്നും ഈ ജന്മം ചേട്ടന് തന്നു തീർക്കാൻ പറ്റില്ല ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ പറയാം. അതുപോലെ ദേവമംഗലം വിട്ട് ഞാൻ വരില്ല എന്നും പറഞ്ഞു. അങ്ങനെ ധർമ്മനുള്ള കാര്യം ഇവരോട് പറയുക കേട്ടോ. പക്ഷേ ഞാനിവിടെ കാണാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.